Hi, welcome to eTalks English Academy. I am Faisal Kalyattaparamba, the Chief Trainer in eTalks English Academy. 31 ദിവസത്തെ നമ്മുടെ ഇന്റർമീഡിയറ്റ് ലെവൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്. എങ്ങനെയാണ് 31 ദിവസം കൊണ്ട് ഒരു ബേസിക് ലെവലിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ സ്പീക്കറായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് ലെവലല്ല, അഡ്വാൻസിലേക്ക് നമ്മൾ എത്തണം. നന്നായിട്ട് പറഞ്ഞു പഠിക്കണമെങ്കിൽ അഡ്വാൻസ് ലെവലിൽ തന്നെ പഠിക്കണം. അതിനു മുമ്പ് ഒരു ബ്രിഡ്ജിങ് ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, സാധ്യമാക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. 31 ദിവസം കൊണ്ട് എങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നു. 1 മിനിറ്റ് ഇംഗ്ലീഷിലൂടെ നമ്മൾ വളരെ ബേസിക്കായ നമ്മളെക്കുറിച്ച് നമ്മുടെ ഒരു പ്രൊഫൈല് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞു, പലതരം കാര്യങ്ങൾ പറഞ്ഞു പഠിച്ച് പലതരം സിറ്റുവേഷനുകളിലൂടെ നമ്മൾ കടന്നുപോയി. കഥകൾ പറയാൻ പഠിച്ചു, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ച്, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആവുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി ആയ ഒരു മെത്തേഡാണ് ഇത്. നമ്മൾ ഒരു പിക്ചറുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 1 മിനിറ്റ് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് അടിപൊളി ടെക്നിക്കിലൂടെ പറഞ്ഞു പഠിക്കും. തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻറ്റ് ബൂസ്റ്ററാണ് നമ്മുടെ 1 മിനിറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. 1 മിനിറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് അല്ല, നമ്മൾ ആദ്യം 1 മിനിറ്റിൽ തുടങ്ങി ആദ്യ ദിവസം മുതൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 1ാമത്തെ ദിവസം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങി 31 ദിവസം ആകുമ്പോഴേക്കും ഒരു 5-10 മിനിറ്റ് നിർത്താതെ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് 1 മിനിറ്റ് ഇംഗ്ലീഷിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് സെന്റൻസ് ആയിട്ട് ചെയ്യണം. നമ്മളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് വാക്കുകൾ ചങ്കിൽ കുടുങ്ങി പോകണം അല്ലേ? നമ്മൾ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി നമുക്ക് സംസാരിക്കാൻ കഴിയാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പലരുടെയും പ്രശ്നം ഇതാണ്, സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ എന്ന് അറിയില്ല. നമ്മൾ ഗ്രാമർ പഠിക്കാതെ തന്നെ സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡിഫറെൻ്റ് ആയ സെന്റൻസുകൾ, ഓരോ ദിവസവും ഡിഫറെൻറ്റ് സെന്റൻസുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 80% സെന്റൻസുകളും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അത് പറയുന്നതോടുകൂടി ആ ഒരു ടൈപ്പ് സെന്റൻസുകൾ നമ്മൾ പഠിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ പാരലലായിട്ട്, ഇത് സ്പീക്കിംഗ് പാർട്ട് അല്ല, ഇത് യഥാർത്ഥത്തിൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ്. സ്പീക്കിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഉണ്ടാവും. ഒന്ന് 1 മിനിറ്റ് ഇംഗ്ലീഷ് ആണ്, രണ്ടാമത്തത് എ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്നാണ്. ഈ 2 കാര്യങ്ങളാണ്. ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാരലലായിട്ട് ബാക്കി 5 ആക്ടിവിറ്റികൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ സ്പീക്കിംഗ് ആക്ടിവിറ്റീൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് മൊത്തത്തിലൊന്ന് ചെയ്യുമ്പോഴാണ് ഉണ്ടാവും. നമ്മൾ ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ കുറച്ച് സെന്റൻസുകൾ പഠിച്ചു വെച്ചിട്ടോ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ടോ കാര്യമില്ല. ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്, എന്നാലും ഞാൻ പറയാണ്, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, ഇൻഫോർമേഷൻ അല്ല, അതൊരു സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരേ സമയം കറക്ഷൻ നടക്കണം, വേറെ സമയത്ത് ഫ്രീ സ്പീച്ചും വരും. പിക്ചർ സ്പീക്സ് 1000 വേർഡ്സിലൂടെ ഫ്രീ സ്പീച്ച് വരും. 1 മിനിറ്റ് ഇംഗ്ലീഷിലൂടെ നമ്മുടെ ഒരു കറക്ഷൻ ചെയ്യുന്ന ഒരു ഗൈഡഡ് സ്പീച്ചാണ് വരിക. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സെന്റൻസ് ഡേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് സെന്റൻസ് കൺസ്ട്രക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇതിനെന്താ ഇംഗ്ലീഷ് പറയാം എന്നൊരു ആക്ടിവിറ്റി. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഡെയിലി ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡെയിലി നമുക്ക് ഒരുപാട് സെന്റൻസുകൾ കറക്ഷൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അതേപോലെ തന്നെയുള്ള വേറൊരു ആക്ടിവിറ്റിയാണ് പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള പിക്ചറുകൾ ഉപയോഗിക്കുകയാണ്. പലതരത്തിലുള്ള പിക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു സിറ്റുവേഷനുകൾ ഉപയോഗിച്ച് 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുക. അതായത് നമ്മൾ പിക്ചറിനെ കുറിച്ച് പറയും, നമ്മൾ അതിലെന്താ കാണുന്നതെന്ന് പറയും, പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് പറയും, നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് തന്നെ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള നല്ല ആശയങ്ങളുള്ള പിക്ചറുകൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം, നമ്മൾ ഫോട്ടോകളായിരിക്കാം, ചിലപ്പം ഡ്രോയിങ്സ് ആയിരിക്കാം, ചിലപ്പോൾ അതേപോലെയുള്ള സിറ്റുവേഷണൽ പിക്ചറുകളായിരിക്കും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുന്നത്. വളരെ രസകരമായിട്ട് ഇംഗ്ലീഷിൽ ഒരു തട്ടും മുട്ടും ഇല്ലാതെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്ന ഒരു ആക്ടിവിറ്റിയാണ് പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ്. ഇതിൽ കറക്ഷൻ എന്നൊരു സംഗതിയില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ സ്പീച്ചാണ് പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്ന് പറയുന്നത്. അത് നന്നായിട്ടൊന്ന്
ഒരു 30 ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കും. ആക്സന്റ് ട്രെയിനിങ് അത് ഉണ്ടാവില്ല എന്ന് മാത്രം, പക്ഷേ നന്നായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റും എ ടീച്ചർ സ്പീക്സ് 1000 വേർഡ്സിലൂടെ. അതേപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ലിസണിങ് ആണ്. ഡീപ്പ് ലിസണിങ് ഇതിനകത്ത് സാധാരണ ഒരു കോഴ്സിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലും നിങ്ങൾ കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഡീപ്പ് ലിസണിങ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരിക്കാൻ പറ്റാത്ത നാപ്പൊട്ടന്മാരായ ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ സംസാരം ഭാഷ നിലച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരിതുവരെ അവരുടെ മലയാളമാണെങ്കിൽ മലയാളം അവർ കേട്ടിട്ടില്ല. കേൾക്കാത്ത കാരണം കൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ കഴിയാത്തത്. എങ്ങനെ വാക്കുകൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ കഴിയാതായപ്പോൾ. അതുകൊണ്ട് തന്നെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനും നമ്മുടെ ഒരു ബ്രെയിനിൽ ഒരു ലാംഗ്വേജ് ട്യൂണിങ് നടക്കണമെങ്കിലും ലിസണിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു ഡു. ഇഫ് യു വാണ്ട് ടു സ്പീക്ക് യു ലിസൺ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം കേൾക്കണം. കേട്ട് പഠിക്കുക. ഓഡിയോസ് കേൾക്കുക, നല്ല സിനിമകൾ കാണുക, കാണുമ്പോഴൊന്നും സബ് ടൈറ്റിൽ വായിക്കാതിരിക്കുക. നമ്മൾ അതിന് വേണ്ടി കാതോർത്ത് കൊണ്ടിരിക്കുക. അതിനുള്ളൊരു പ്രാക്ടീസ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. വളരെ സിമ്പിളായ സംഗതിയാണ്. അപ്പോൾ ഈ ഡീപ്പ് ലിസണിങ്ങിൽ ഉള്ള ഓഡിയോസ് കേട്ടിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ആദ്യം ചോദ്യം വായിക്കും, അതിനുശേഷം നിങ്ങൾ ഓഡിയോ കേൾക്കും. ഓഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ആൻസർ പറയുകയും ചെയ്യും. അത് പിറ്റേ ദിവസം നമ്മളത് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഡീപ്പ് ലിസണിങ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ വൊക്കാബുലറിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 500 വാക്കുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 500 വാക്കുകൾ നല്ല വെർബുകൾ. ശരിക്കും ഏതെങ്കിലും വാക്കുകളല്ല, നൗണും അല്ലെങ്കിൽ പ്രപ്പോസിഷൻ അങ്ങനത്തെ സംഗതികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വെർബുകൾ, നമ്മൾ ക്രിയകളാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യം വെർബുകളാണ്, വാക്കുകളാണല്ലോ വേണ്ടത്. അപ്പം വെർബുകൾ ഉപയോഗിച്ചിട്ട് 500 വാക്കുകൾ നമ്മൾ പഠിക്കും. യഥാർത്ഥത്തിൽ നമുക്കിതെല്ലാം അറിയുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കിങ്ങനെ വൊക്കാബുലറിയിലെ ലിസ്റ്റ് കാണുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ രീതിയിലുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് അറിയാമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക്. കാരണം നമ്മുടെ പലരുടെയും വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൊക്കാബുലറി ഇല്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തതെന്നാണ്. ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടിയാണ് ഈ വൊക്കാബുലറി എന്നൊരു ആക്ടിവിറ്റി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെർബ് 1, 2, 3 ഉണ്ടാവും. അതിൻ്റെ പോലെ അതിൻ്റെ മീനിങ്ങും ഉണ്ടാവും. ഇത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ആക്ടിവിറ്റിയാണ് വൊക്കാബുലറി. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. നമുക്ക് കൃത്യമായി ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. നമുക്ക് ആൻസർ പറയാൻ വളരെ എളുപ്പമാണ്. ആർ യു ഫീലിംഗ് ഹംഗ്രി എന്ന് വെച്ചാൽ യെസ് ഐ ആം ഫീലിംഗ് ഹംഗ്രി എന്ന് പറയണമെങ്കിൽ നമുക്ക് സെന്റൻസ് വേണം. യഥാർത്ഥത്തിൽ യെസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ലേ. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതിനോടുകൂടെ തന്നെ നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ കൂടെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുകയാണ്. ഡിഫറെൻറ്റ് ലെവലിലുള്ള വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച് പഠിക്കുകയാണ്. ആ ചോദ്യവും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി പറയുമ്പോഴേ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷിൽ ഒരു 7 ആക്ടിവിറ്റി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഈ 7 ആക്ടിവിറ്റിയിലൂടെ വളരെ പ്രധാനപ്പെട്ട 2 തേരുകളുണ്ട് നമുക്ക്. ഒന്ന് പിക്ചർ സ്പീക്സ് 1000 വേർഡ്സും, രണ്ടാമത്തത് 1 മിനിറ്റ് ഇംഗ്ലീഷും. ഇതിനോട് കൂടെ ചേർന്നിട്ട് വരുന്ന ആക്ടിവിറ്റികൾ മുഴുവൻ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 31 ദിവസം ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറഞ്ഞു പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.